എല്ലാം സഹിക്കാം, പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഈ ഓരോരുത്തവന്മാരുണ്ടല്ലേ ഫത്വയായിട്ട് വരും. അതാണ് കേൾക്കാനും കാണാനും സാധിക്കാത്തത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് UAE ദുബായിൽ കറാമയിൽ നടക്കുന്ന കറാമ വൈബ്സ് എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ. ഈ പേക്കൂത്തുകളെ പറ്റിയിട്ട് പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ നല്ല വശവും മോശവശവും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കറാമ വൈബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആയിട്ടാണ്. അതായത് ഇപ്പൊ കണ്ണൂർ സിറ്റി പോലെ എല്ലാവർക്കും രാത്രി കാലങ്ങളിൽ നോമ്പ് കാലങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കാം. വെറൈറ്റി ഫുഡുകൾ ഒരു കമൗണ്ടിനകത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു കറാമ വൈബ് ഉണ്ടാക്കിയത്. പക്ഷെ ചില ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ഇറ്റിങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തു. ഈ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊന്നും ബുദ്ധിയില്ലാത്ത ആളെന്ന് പറയാനുള്ള കാരണം 11 മാസം ഡാൻസ് കളിച്ച് അതിന് 1 മാസം നിങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കാനും ഇബാദത്തുകളിൽ മുഴുകാനും വേണ്ടിയിട്ട് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് ആ 1 മാസവും നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ബുദ്ധിയില്ലാത്തത്. ഞാൻ പറഞ്ഞത് റമദാൻ നോമ്പ് ആർക്കാണോ ഫർലാക്കപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, മറ്റു മതസ്ഥരല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരുടേതായ ഇഷ്ടം. പക്ഷെ നിങ്ങളെല്ലാം ഞാൻ ഏറെ ബഹുമാനിക്കുകയാണ്. കാരണം മറ്റു മതസ്ഥർ പോലും ബഹുമാനിക്കുന്ന ഈ റമദാൻ മാസത്തിനെ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ ഇതുപോലെ പേക്കൂത്തുകൾ കാണിച്ച് കളിക്കുന്നത് കാണുമ്പം വളരെയധികം സങ്കടം തോന്നിയാണ് കേട്ടോ. കാരണം ഇത് അവർ കളിച്ചു, അവർ ബുദ്ധിയില്ലാതെ പലതും കാട്ടിക്കൂട്ടി. അവർ കളിച്ചു, അവർ ബുദ്ധിയില്ലാതെ പലതും അവിടെ കാണിച്ചു കൂട്ടി. ബുദ്ധി വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധി വരും. കാരണം അവർ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളെ ഇഷ്ടമല്ലേ, ഞങ്ങൾ അങ്ങനെ ചെയ്താലോ. നിങ്ങളെ ഇഷ്ടങ്ങൾ വീട്ടിലിടോ. നിങ്ങൾ റമദാൻ മാസത്തിന് അതിൻ്റെതായ പുണ്യമുണ്ട്, അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, അതിനെ ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. റമദാൻ മാസം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിക്കപ്പെട്ട മാസമാണ്. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ മൂത്രയിച്ചാൽ നീ വിടോ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ കുറേ ആൾക്കാരെയും കൂട്ടിയിട്ട് വന്നാൽ നീ വിടോ. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോരെ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട്. അതുപോലെ തന്നെ റമദാൻ മാസം പുണ്യമാക്കപ്പെട്ട മാസമാണ്. ആ മാസത്തിനെ ബഹുമാനിക്കണം. നിനക്ക് ഡാൻസ് കളിക്കണം, കൂത്ത് കളിക്കണമെങ്കിൽ ഇത് ബാറല്ല, അവിടെ ഫുഡ് ഫെസ്റ്റിവലാണ് നടത്തിയത്, അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോവാന്നേ ഉള്ളൂ. ഇത് നീ വന്നിട്ടായിട്ട് പറയാ എനിക്ക് അവരെ ഇഷ്ടം. അതിനെ ന്യായീകരിച്ചിട്ട് വന്ന ഒരു മഹാന്റെ വോയിസും കൂടി കാണിക്കാം. ഇതാ കേട്ടോ. എൻജോയ് ചെയ്യാൻ വേണ്ടി രാത്രി അവർ ഓഫീസോ അല്ലെങ്കിൽ ഷോപ്പോ എന്താ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് ശേഷം വന്ന് ഇവിടെ കറങ്ങി അടിച്ചിട്ട് അവർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അവർ കറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ചെയ്യണം. നിങ്ങൾ തന്നെ വെറുതെ അതിന് നെഗറ്റീവ് അടിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കുഴപ്പം. കറാമ വൈബിനെ 100% ഞാൻ സപ്പോർട്ട് കാണുന്നില്ല. പിന്നെ ഈ മുട്ടയൊക്കെ നമ്മൾ നേരത്തെ കണ്ടു ഒരാൾ അവിടെ നിന്ന് കളിക്കുന്നത് അവരെ സൗണ്ടിന് സ്പീക്ക് കറാമ വൈബിന് അവനെ 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറാമ വൈബ് നീ സപ്പോർട്ട് ചെയ്തു, അതിനൊന്നും വിഷമമൊന്നുമില്ല. കാരണം അവിടെയുള്ള ഫുഡ് ഫെസ്റ്റിവലിനും കാരണങ്ങളും ജോലി കഴിഞ്ഞ് അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാൻസ് കളിച്ച് പാട്ട് പാടി കൂത്താടാൻ വേണ്ടിയിട്ടായിട്ട് അതിനെ നീ സപ്പോർട്ട് ചെയ്തിരുന്നത് പറയണ്ട. കാരണം എന്തെന്നറിയോ, റമദാനിന് എല്ലാവരും പുണ്യമാക്കപ്പെട്ട മാസമായത് കൊണ്ട് തന്നെ സ്വന്തം ഈ മുസ്ലിം മതസ്ഥർ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതസ്ഥരും ഇതിനെ ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ നീ പറയുന്നത് ഫത്വയാക്കിയിട്ട് എടുക്കാനും പറ്റൂല. കാരണം എന്നറിയോ, നീ സക്കാത്ത് ഓൺലൈനിൽ കൊടുത്തവനാണ്. സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കണം എന്നറിയോ? നീ സക്കാത്ത് കൊടുക്കുന്ന ഒന്നും കൂടി ഞാൻ അത് കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ ബാക്കി പറഞ്ഞുതരാം നിനക്ക്. കാരണം അറിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കുന്ന സമയം അല്ലേ? എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീടുകളും കയറ്റി സക്കാത്തിന് പോയിരുന്നു. അന്നൊക്കെ 5 രൂപയാണ് മാക്സിമം കിട്ടിക്കുന്നത്. 5 രൂപയുടെ ആ പോയിന്റ്സും അത് 5 രൂപയുടെ നോട്ടൊക്കെ കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. ഇപ്പം അത് 50 മാറി. ഇനി കുറച്ച് കഴിഞ്ഞത് 200 മാറും മിനിമം. കുറച്ചും കൂടി കഴിഞ്ഞത് 500 മാറും. അപ്പം ഞാനിപ്പം തരാൻ പോകുന്നത് 50 രൂപയാണ് സക്കാത്ത്. കാരണം സക്കാത്ത് വാങ്ങുക എന്നുള്ളത് അത് അതുവഴി റിച്ച് ആവുക എന്നുള്ളതല്ല, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. അപ്പം നിങ്ങൾക്ക് സക്കാത്ത് കിട്ടാൻ വേണ്ടി 2 ഓപ്ഷൻ. ഒന്ന്, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇതെൻ്റെ കയ്യിലുണ്ടാവും, ഞാൻ നിങ്ങൾക്കിത് ഇങ്ങനെ എടുത്തു തരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരിന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് ആയിക്കോട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സമയം കളയണ്ട, എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ജാതിയോ മതമോ ഒന്നും നമുക്ക് വിഷയമല്ല കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഇത്തവണ സക്കാത്ത് ഉണ്ട്. കേട്ടല്ലോ, ഇവൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ആ 200 രൂപ സക്കാത്തിന് വേണ്ടിയിട്ട് ഈ ഇറക്കാൻ വേണ്ടി പോയവനുണ്ടല്ലേ, അവനെ ഞാൻ പറയുന്നില്ല ബാക്കി കാര്യങ്ങൾ. കാരണം എന്താ അറിയോ, ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഇവൻ്റെ തോന്നിയ പോലെ കൊടുക്കാനില്ല എന്നല്ല, അത് സക്കാത്തിൻ്റെ അതിൽ കൂട്ടിയൊന്നുമില്ല. സക്കാത്ത് കൊടുക്കേണ്ടവരും അത് വാങ്ങിക്കേണ്ടവരും അതിന് അർഹതപ്പെട്ടവരും ഉണ്ട്. തോന്നിയ പോലെ വന്നിട്ടായിട്ട് സക്കാത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലൊന്നും നടക്കിയൊന്നുമില്ല. ഇവന് സോഷ്യൽ മീഡിയയിൽ ഏതൊരുത്തം വന്നിട്ട് കമൻ്റ് ഇട്ടാലും അവനിക്ക് സക്കാത്ത് കൊടുക്കുക, അവൻ ആ സക്കാത്ത് വാങ്ങിച്ചിട്ടായിട്ട് പിന്നെ ഇത്
ഇവൻ്റെ ഫറള് അല്ലെങ്കിൽ സുന്നത്ത് നിറവേറ്റി എന്നുള്ള ഇതിൽ പോവാന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇത് ആചാരമില്ല. നീ നിൻ്റെ വീട്ടിലെ ആചാരം കൊണ്ട് വന്നിട്ട് ഇത് ഇസ്ലാമിൻ്റെ ആചാരമാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. കാരണം എന്താ പറയുക, ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട്, ഒന്നും അറിയാത്ത എന്നെ പോലെയുള്ള കുറേ പാവങ്ങളുണ്ട്. മറ്റുള്ള ഉസ്താമാരേതും പണ്ഡിതന്മാരുടെയൊക്കെ വാക്കെല്ലാം കേട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ നിന്നെ കണക്കത്തെ ഓരോരുത്തരുടെ എല്ലാം വാക്ക് കേട്ടിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലേ അത് പല ആൾക്കാർക്കും പിന്നീട് ബുദ്ധിമുട്ടാവും. ഇതിനെ ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയായിട്ട് മാറും. നിനക്ക് റീച്ചിനും പൈസക്കും വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം പല ഇതും ഉണ്ടാക്കുന്നത്, ഫോളോവേഴ്സിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ മനസ്സിലാവാത്ത പല പാവങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്നില്ലേ, ഓരോരു കിണറിൽ കൊണ്ടുപോയിട്ട് പണം ഇടുന്നതും ദിക്റ് ചെല്ലുന്നതും സലാത്ത് ചെല്ലിയിട്ടും പൈസ മേടിക്കുന്നത്. അതുപോലുള്ള കുറേ പണ്ഡിതന്മാരെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുമ്പോൾ ഉണ്ടല്ലേ, യഥാർത്ഥ പണ്ഡിതന്മാരെല്ലാം ഔട്ടായി പോവും. പിന്നെ നിനക്കറിയാത്തൊരു കാര്യം, ഈ ജക്കാത്ത് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജക്കാത്ത് ലഭിക്കാൻ അർഹരായവർ ആരെന്നറിയോ? അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്തവർക്ക് നീ ജക്കാത്ത് കൊടുക്കണം. അതായത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ, അവരെ സ്വന്തം കാര്യങ്ങളിൽ പോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നീ ജക്കാത്ത് കൊടുക്കണം. 2 മസാക്കീൻ, അതിദാരിദ്ര്യാവസ്ഥയിലുള്ളവർക്ക് അവർക്കും നീ ജക്കാത്ത് കൊടുത്തോ. അതായത് ഫുക്കറാക്കളെയും കൂടുതൽ ദുഃഖിതരായ ആൾക്കാർക്കൊക്കെ കൊടുക്കാം. പിന്നെ ആയിരിക്കും എന്നറിയോ? ആമിലീൻ, സക്കാത്ത് ചുമതലയുള്ളവർ, സക്കാത്ത് ശേഖരിക്കാനും വിതരണം ചെയ്യാനും നിയമിതരായവർക്കും നിനക്ക് കൊടുക്കാം. 4 മുഅല്ലഫത്ത് ഖുലൂബും, ഇസ്ലാമിലേക്ക് അടുപ്പിക്കേണ്ട അല്ലാത്തവരോ ഇസ്ലാമിൽ സ്വീകരിച്ചിട്ടുള്ളവരിലോ പുതിയ വിശ്വാസികളിലോ അവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം നിനക്ക്. പിന്നെ റിക്കാബ്, മോചനം നേടേണ്ട അതായത് അടിമത്തത്തിലുണ്ടായ ആൾക്കാരെ മോചിപ്പിക്കുന്നത്. പഴയ കാലങ്ങളിലെല്ലാം ഇപ്പം അടിമത്ത സംവിധാനം ഇല്ല. അവർക്കും നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാം. കടബാധ്യതയുള്ളവർക്ക്, അതായത് വിധവയായോ അശരണരായോ കഴിയുന്നവർ, കൂടാതെ ദോഷകരമായ അതായത് ബാധ്യതകളുള്ളവർക്ക്, പിന്നെ അവർക്ക് നിനക്ക് സക്കാത്ത് കൊടുക്കാം. പിന്നെ അള്ളാഹുവിൻ്റെ വഴി എന്ന അർത്ഥത്തിൽ വിശ്വാസ പ്രചരണം, പണ്ഡിത പഠനം, അതായത് ഇസ്ലാമിക ആവശ്യങ്ങൾക്കായി അങ്ങനത്തെ കാര്യങ്ങൾക്കും നിനക്ക് സക്കാത്ത് കൊടുക്കാം. പിന്നെ യാത്രയിൽ ഉള്ളത് കൊണ്ട് പണമില്ലാത്തവർക്ക് യാത്ര തുടരാൻ സഹായമായി ആവശ്യമുള്ള പണം കൊടുക്കാം. അതായത് നിന്നെ പോലത്തെ ഏതെങ്കിലും യാത്ര പോയിട്ടായിട്ട് കുടുങ്ങി, അത് ഇസ്ലാമിക ആവശ്യത്തിനിട്ടാണ്. നിന്നെ പോലെ പിന്നെ ഇപ്പൊ കറാമ വൈബ് പോലെ കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് യാത്രക്ക് പിന്നെ പണമില്ലാതെ നിന്നിട്ടാകുമ്പോൾ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം ഫാമിലിയിലായിട്ട് ലോകം കാണാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരെല്ലായിരിക്കും. അവർക്കൊക്കെ അവിടെ നിന്ന് വഴിയിൽ പണമില്ലെങ്കിൽ അവർക്കൊക്കെ സക്കാത്ത് കൊടുക്കുക. അങ്ങനെ നീ തോന്നുന്നവർക്കൊന്നും ഓൺലൈനിൽ 3 കമൻറ്റും പിന്നെ 3 ഷെയറും ലൈക്ക് കിട്ടണമെങ്കിൽ അവർക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. പിന്നെ ബുദ്ധി പറഞ്ഞു കൊടുക്കുമല്ലേ, ഒന്ന് കുറച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. നിനക്ക് തോന്നിയ പോലെ മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കല്ല കേട്ടോ. ഇത് കാരണം എന്താ അറിയോ, ഞാൻ ഈ കറാമ വൈബിനെ പറ്റിയിട്ട് പ്രതികരിക്കാൻ നിന്നില്ല. കുറേ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇട്ടില്ല. പക്ഷേ ഈ ഫത്വയായിട്ട് നീ വന്നതുകൊണ്ടാണ് എനിക്ക് ഇനി മറുപടി പറയേണ്ടി വന്നത്. എന്തായാലും നീ ശ്രദ്ധിക്കുക ഇനി. കാരണം എന്താ അറിയോ, നീ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതെടുത്ത് കുറേ ആൾ ഓട്ടും, കുറേ ആൾ മറുപടി പറയും. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ എനിക്ക് മറുപടി പറയും. അപ്പം നീ ഇങ്ങനെ കയറി പോകും. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു പീഡന പരാതിയിലെല്ലാം സൈഡായിട്ടില്ലല്ലേ. അപ്പോൾ സൈഡായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഉണർന്ന് വരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ സഹായം നിനക്ക് ആവശ്യമുണ്ട്. ഒന്ന് വിവാദമാക്കിയാലേ കുറേ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് മറുപടി പറയും. അങ്ങനെ ഇങ്ങനെയാണ്. ഇത്ര ഒരു സാധാരണക്കാരൻ വന്നിട്ട് നിനക്ക് മറുപടി പറയുന്നത് നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്നെ കൊണ്ട് കഴിയുന്ന മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അറബിയിൽ ചില വാക്കുകളെല്ലാം ഒരു സമയം എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അറിയുന്ന ആളുകൾ ക്ഷമിക്കുക. ഓക്കെ, ബൈ.